പമ്പയിൽ നടന്ന അയ്യപ്പ സംഗമം പൊളിഞ്ഞു എന്ന് മറ്റു രാഷ്ട്രീയ പാർട്ടിക്കാർ പറയുമ്പോഴും പിണറായിക്കും സർക്കാരിനും ലോട്ടറി അടിച്ചിരിക്കുകയാണ് നിലവിൽ. കാരണം ഹൈന്ദവ സംഘടനകൾ, പ്രത്യേകിച്ച് സാമുദായിക സംഘടനകൾ വലിയ രീതിയിലാണ് ഇപ്പോൾ പിണറായി വിജയന് പിന്തുണ നൽകുന്നത്. ആ അയ്യപ്പ സംഗമ വേദിയിൽ തന്നെ നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാകും, കേരളത്തിൽ നിന്നുള്ള എല്ലാ ഹൈന്ദവ സംഘടനകളുടെയും പ്രധാന നേതാക്കളെ അവിടെ എത്തിക്കാൻ പിണറായി വിജയന് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും അവസാനം വരുന്ന വാർത്ത എന്താണ്? NSSന്റെ ഭാഗത്ത് നിന്നാണ്. ഒരു കാലത്ത് പൂർണ്ണമായി തന്നെ LDFനെയും പിണറായി വിജയനെ CPMനെയും എതിർത്ത NSS ഇപ്പോൾ പൂർണ്ണമായി തന്നെ LDFന് പിന്തുണ നൽകുകയാണ്. LDF വിശ്വാസികളോടൊപ്പമാണെന്ന് പറഞ്ഞ കാര്യം തങ്ങൾ വിശ്വസിക്കുന്നതായി സുകുമാരൻ നായർ തന്നെ തുറന്നു പറയുകയാണല്ലോ. ഇതിലൂടെ ഇനി വരുന്നത് 6-7 മാസത്തിനുള്ളിൽ 2 തിരഞ്ഞെടുപ്പ് കാലമാണ്. ആ തിരഞ്ഞെടുപ്പ് കാലങ്ങളിൽ ഈ SNDPയുടെയും NSSന്റെയും പിന്തുണ നേടുകയാണെങ്കിൽ വലിയ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ CPMന് കഴിയും. അയ്യപ്പ സംഗമത്തിന് പിണറായി വിജയൻ വന്നതോ തന്റെ കാറിൽ വെള്ളാപ്പള്ളി നടേശനെ കൂട്ടിയാണ്. പിന്നീട് ആ വേദിയിൽ NSSന്റെ പ്രതിനിധി ഉണ്ടായിരുന്നു. ഇപ്പോ ഏറ്റവും അവസാനം സുകുമാരൻ നായർ തന്നെ LDF സർക്കാരിന് പൂർണ്ണമായ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതിലൂടെ തന്നെ വ്യക്തമാണ്, ഞാൻ തുടക്കം സൂചിപ്പിച്ചതുപോലെ തന്നെ അയ്യപ്പനെ കൊണ്ട് പിണറായി സർക്കാരിന് ലോട്ടറി അടിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, ഈ മന്നം ജയന്തിയുമായി ബന്ധപ്പെട്ട് പല കാലഘട്ടങ്ങളിൽ UDFന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ കുറിച്ചുള്ള ചർച്ച ഉണ്ടാക്കാൻ കഴിവുള്ള ഒരു പ്രസ്ഥാനമാണല്ലോ NSS. ആദ്യം മന്നം ജയന്തിയുമായി ബന്ധപ്പെട്ട് ശശി തരൂർ ആ വേദിയിൽ എത്തിയപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങളും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ നിരീക്ഷകരും കൃത്യമായി തന്നെ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ശശി തരൂർ എന്ന് ചൂണ്ടിക്കാട്ടി ചർച്ചകൾ ഉണ്ടായില്ലേ? ഏറ്റവും അവസാനം VD സതീശൻ അങ്ങനെ കത്തി നിൽക്കുകയായിരുന്നു. ഉപതെരഞ്ഞെടുപ്പിലെ വിജയങ്ങൾക്ക് പിന്നാലെ അങ്ങനെ കത്തി നിൽക്കുന്ന സമയത്തായിരുന്നു രമേശ് ചെന്നിത്തല മന്നം ജയന്തിയുമായി ബന്ധപ്പെട്ട ആ ഉദ്ഘാടന വേദിയിൽ എത്തുകയും അന്ന് തന്നെ ചർച്ച ആരംഭിച്ചിട്ടില്ലേ? അന്ന് വെള്ളാപ്പള്ളി നടേശന് ഉൾപ്പെടെ രമേശ് ചെന്നിത്തലയ്ക്ക് പിന്തുണ നൽകി. അതോടൊപ്പം തന്നെ ഇനി വരുന്ന മന്നം ജയന്തിയുമായി ബന്ധപ്പെട്ട് ഇനി പിണറായി വിജയനാണോ അവിടെ ഉദ്ഘാടനം ചെയ്യാൻ എത്തുക എന്ന രീതിയിലേക്കും കാലം മാറുകയാണ്. സ്വാഭാവികമായി നമുക്കറിയാം, ഹൈന്ദവർ പിന്തുണച്ചാൽ ഇന്നും വിജയിച്ചു കയറാൻ കഴിയുന്ന കേരളത്തിൽ 90-ലധികം മണ്ഡലങ്ങളുണ്ട്. വലിയ രീതിയിൽ നമ്മുടെ ഹിന്ദു ഭൂരിപക്ഷത്തിന്റെ ജനസംഖ്യ ഇടിയുകയാണെന്ന് പല ഭാഗത്തു നിന്ന് പറയുമ്പോഴും നിലവിലെ സാഹചര്യത്തിൽ 90-ലധികം സീറ്റുകളിൽ വിജയപരാജയങ്ങൾ നിശ്ചയിക്കാൻ ഇന്നും ഹിന്ദു സമുദായത്തിന് കഴിവുണ്ട്. ആ സമുദായത്തിന്റെ പിന്തുണ ലഭിക്കുകയാണെങ്കിൽ തങ്ങൾക്ക് വീണ്ടും അധികാരത്തിലെത്താൻ കഴിയുമെന്ന് പിണറായിക്ക് കൃത്യമായ ബോധ്യമുണ്ട്. ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ തുടർച്ചയായി തന്നെ ഇത്തരം നീക്കങ്ങൾ ഉണ്ടാകുന്നത്. 2024 തെരഞ്ഞെടുപ്പിന് മുൻപ് വലിയ രീതിയിൽ ന്യൂനപക്ഷ പ്രീണനം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ BJPയുടെ വളർച്ചയ്ക്ക് പിന്നാലെ തന്നെ നമുക്ക് മനസ്സിലാകുന്ന കാര്യം, പണ്ട് ക്രൈസ്തവ വോട്ട് ബാങ്ക്, മുസ്ലിം വോട്ട് ബാങ്ക്, അതുപോലെ തന്നെ ഒരു ഹൈന്ദവ വോട്ട് ബാങ്കും BJPയുടെ വളർച്ചയ്ക്ക് പിന്നാലെ, പ്രത്യേകിച്ച് കേന്ദ്രത്തിൽ നരേന്ദ്രമോദിയുടെ വരവിന് പിന്നാലെ രൂപപ്പെടുകയാണ്. ആ മാറ്റമാണ് നിലവിൽ. ആ മാറ്റം തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് പിണറായി വിജയൻ സ്വാഭാവികമായും ആ വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടിപ്പോൾ അവർ മുന്നോട്ട് പോകുന്നത്. 2024 തെരഞ്ഞെടുപ്പിന് മുമ്പ് ന്യൂനപക്ഷങ്ങളുടെ വോട്ടുകൾ പിടിക്കാനായി വലിയ ശ്രമമായിരുന്നു. ഗാസയ്ക്ക് വേണ്ടി നിലവിളിയായിരുന്നു. 140 നിയോജക മണ്ഡലങ്ങളിൽ യോഗങ്ങൾ സംഘടിപ്പിച്ചു. പക്ഷേ വോട്ടുകൾ പോയത് UDFന്റെ വഴിക്കാണ്. തങ്ങളുടെ അടിസ്ഥാന വോട്ടുകളായ ഹൈന്ദവ ഭൂരിപക്ഷം BJPയോടൊപ്പം പോയി. അങ്ങനെ BJPയോടൊപ്പം പോയപ്പോൾ അടിസ്ഥാന വോട്ടുകൾ, എല്ലാ പാർട്ടിക്കും അടിസ്ഥാന വോട്ടുകൾ വേണമല്ലോ, അതാണ് പാർട്ടിയുടെ ശക്തി. ആ അടിസ്ഥാന വോട്ടുകളോടൊപ്പം തന്നെ നിഷ്പക്ഷ വോട്ടുകളും മറ്റു വോട്ടുകളും ചേരുമ്പോഴാണ് ഒരു പാർട്ടിക്ക് അധികാരത്തിൽ വരാൻ കഴിയുക. ആ അടിസ്ഥാന വോട്ടുകൾ നഷ്ടപ്പെടുകയാണെങ്കിൽ പിന്നെ ബംഗാളും ത്രിപുരയും സ്വാഭാവികമായി കേരളത്തിൽ സംഭവിക്കും. ആ ഭയം കൊണ്ടാണ്, ആ പേടി കൊണ്ടാണ് നിലവിൽ പിണറായി വിജയൻ എന്തായാലും SNDP NSSുമായി അടുക്കാൻ ശ്രമിക്കുന്നത്. പക്ഷെ അവരും അനുകൂലമായി തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. ഓർത്തു നോക്കൂ, പണ്ട് ഈ പിണറായി വിജയനെതിരെയും ഷംസീറിനെതിരെയും അങ്ങനെ പല നേതാക്കൾക്കെതിരെയും സുകുമാരൻ നായർ ആഞ്ഞടിച്ചത് നാം കണ്ടിട്ടില്ലേ? ഇന്ന് ആ നേതാവാണ് LDFന് അനുകൂലമായി സംസാരിക്കുന്നത്. അത് പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിൽ വലിയ സ്വാധീനം ഉറപ്പിക്കാൻ
CPM കഴിയും. തിരുവനന്തപുരം ജില്ല പരിശോധിച്ച് നോക്കാം. ഇവിടെ 14-ൽ 1 സീറ്റ് മാത്രമാണ് കോൺഗ്രസിന്. ഈ ഹൈന്ദവ വിഭാഗം LDF-ൽ നിന്ന് വിട്ടുപോകുകയാണെങ്കിൽ അവിടെ BJPക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും. ഇപ്പോൾ ഞാൻ 2-3 സീറ്റുകൾ സൂചിപ്പിക്കാം. നേമം മണ്ഡലത്തിൽ ഹൈന്ദവർ മാറി ചിന്തിക്കുകയാണ്. LDF-ൽ നിന്ന് മാറി ചിന്തിച്ചാൽ അവിടെ സ്വാഭാവികമായ വിജയസാധ്യത ഉള്ളത് BJPക്കാണ്. പിന്നീട് നമുക്ക് വട്ടൂർക്കാവിലേക്ക് വരാം. അവിടെയും LDF-ന്റെ സ്ഥാനാർത്ഥിയാണ് വിജയിച്ചു നിൽക്കുന്നത്. അവിടെയും ഹൈന്ദവ വിഭാഗം മാറി ചിന്തിക്കുകയാണെങ്കിൽ അവിടെയും വിജയസാധ്യത ഉള്ളത് BJPക്കാണ്. പിന്നീട് കഴക്കൂട്ട മണ്ഡലത്തിലേക്ക് വരാം. അവിടെയും ഇത് തന്നെയാണ് അവസ്ഥ. തിരുവനന്തപുരം, അതോടൊപ്പം തന്നെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് BJP മുന്നേറ്റം ഉണ്ടാക്കിയ കാട്ടാക്കട, ആറ്റിങ്ങൽ, വർക്കല, അങ്ങനെ പല മണ്ഡലങ്ങൾ. കൊല്ലത്തേക്ക് പോകുമ്പോൾ ചാത്തന്നൂർ, പത്തനംതിട്ട ജില്ലയിൽ പല മണ്ഡലങ്ങൾ, ആലപ്പുഴ, അങ്ങനെ പല മേഖലയിലേക്കും BJPക്ക് കടന്നു കയറാൻ കഴിഞ്ഞു. അപ്പോൾ BJPക്ക് കടന്നു കയറാൻ കഴിഞ്ഞ പ്രദേശങ്ങളിലേക്ക് തടയിടാൻ, BJPയെ തടയിടാൻ സ്വാഭാവികമായി തന്നെ ഇവർക്ക് കഴിയും. NSSന് SNDPക്കും കഴിയും. അത് തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് ഇപ്പോൾ എല്ലാവരും പറയുന്നത് പിന്നെ NSS മാറി എന്നാണ്. NSS SNDP മാറി, പിണറായിയെ പിന്തുണയ്ക്കുന്നുവെന്ന്. NSS SNDP മാറിയിട്ടില്ല, പിണറായി വിജയൻ മാറി. കാരണം അയ്യപ്പ വിശ്വാസത്തിനെതിരായിരുന്നു പിണറായി വിജയൻ. അദ്ദേഹം നവോത്ഥാന നായകനാകാനായി ഇറങ്ങി തിരിച്ചു. വർഷങ്ങൾക്ക് ശേഷം നാം ഇപ്പോൾ പഠിക്കുന്നുണ്ടല്ലോ, ശ്രീനാരായണ ഗുരുവും അയ്യങ്കാളിയും വൈകുണ്ഠസ്വാമിയും അടക്കമുള്ള നവോത്ഥാന നായകന്മാരെ കുറിച്ച് പഠിക്കുന്നത് പോലെ വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ തലമുറ പിണറായി സഖാവ് നവോത്ഥാന നായകനായി പഠിക്കുമെന്ന് അദ്ദേഹം ഉറക്കത്തിൽ സ്വപ്നം കണ്ടു. അതിന്റെ പശ്ചാത്തലത്തിലായിരുന്നല്ലോ അന്ന് വനിതകളെ അവിടെ ശബരിമലയിൽ കയറ്റാൻ ശ്രമിച്ചത്. പക്ഷെ ആ സ്വപ്നത്തിൽ നിന്ന് അദ്ദേഹം പുറത്തു വന്നു. ഇപ്പോൾ അദ്ദേഹത്തിന് അവിടെ വനിതകളെ കയറ്റണ്ട. വനിതകളെ കുറിച്ച് അദ്ദേഹം മിണ്ടുന്നില്ലല്ലോ. അദ്ദേഹം കാറുമായി പമ്പയിലേക്ക് പറന്നെത്തിയല്ലോ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാനായി. അവസാനം എന്ത് സംഭവിച്ചു? വനിതകളെ കുറിച്ച് ഒന്നും മിണ്ടിയില്ല. അയ്യപ്പന്റെ ഒരു വിഗ്രഹം അവിടുത്തെ സംഘാടകർ സംഭാവന നൽകി, കയ്യിൽ നൽകി. അതുമായാണ് തിരിച്ചുള്ള യാത്ര. അങ്ങോട്ട് ശരണം വിളിച്ചു പോയി, ഇങ്ങോട്ട് പ്രതിമയുമായി വിഗ്രഹവുമായി അദ്ദേഹം തിരിച്ചു വരികയാണ്. അങ്ങനെ ഒരു മാറ്റം പിണറായിയിൽ ഉണ്ടായി. ആദ്യം യുക്തിവാദിയായിരുന്ന പിണറായി വിജയനെ NSS അടക്കമുള്ള ഹൈന്ദവ സംഘടനകൾ എതിർത്തു. യുക്തിവാദിയിൽ നിന്നും പമ്പയിൽ പോയി അയ്യപ്പ വിഗ്രഹവുമായി തിരിച്ചു വന്ന പിണറായി വിജയനെ, പിണറായി എന്ന ഭക്തനെ, അത് വെള്ളാപ്പള്ളി നടേശൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, പിണറായി എന്ന അയ്യപ്പ ഭക്തനെ NSS SNDPയും പിന്തുണയ്ക്കുകയാണെങ്കിൽ അവർ തെറ്റു പറയാൻ കഴിയില്ല. പക്ഷെ ഇതിനിടയിൽ ഏറ്റവും പ്രതിസന്ധിയിലായിരിക്കുന്ന BJPയാണ്. BJP വലിയ രീതിയിൽ ഈ മേഖലയിൽ തെക്കൻ കേരളത്തിൽ വളർച്ച സ്വപ്നം കണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് NSS SNDPയും CPMയുമായി അടുക്കുന്നത്. കോൺഗ്രസിനെ പരിഗണിക്കുന്നില്ല. അവർ ഈ പോവുകയാണെങ്കിൽ, കാരണം അവരുടെ എന്താണ് ഇന്നലെയും VD സതീശൻ പറയുന്നത് കേട്ട് 100 സീറ്റ് ലഭിക്കുമെന്ന്. അതിൽ 1 സീറ്റ് ആരാണ്? രാഹുൽ മാങ്കൂട്ടമാണോ? രാഹുൽ മാങ്കൂട്ടം വീട്ടിൽ നിന്നിപ്പോൾ പുറത്തിറങ്ങിയെന്നല്ല പറയുന്നുണ്ട്, നഗരത്തിലല്ല. പിന്നീട് ഒരു MLA ഉണ്ടല്ലോ, എൽദോസ്. അങ്ങനെ ഇത്തരം MLAമാരെ വച്ചായിരിക്കും 100 സീറ്റ് തികയ്ക്കാൻ പോകുന്നത്. കൃത്യമായിരിക്കും 100 തന്നെ ലഭിക്കും. അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിന്റെ പിന്തുണയും ഉണ്ടല്ലോ, SDP-യുടെ പിന്തുണയുണ്ട്, ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയുണ്ട്. നിങ്ങൾ പിന്തുണ വാങ്ങിക്കോളൂ. കാരണം 90 സീറ്റിൽ വിജയം നിശ്ചയിക്കാൻ ഇവിടെ ഹൈന്ദവ സമൂഹമുണ്ട്. അത് കൃത്യമായി പിണറായി വിജയൻ അറിയാം, LDFന് അറിയാം, CPMന് അറിയാം. അത് അനുസരിച്ചുള്ള നീക്കമാണ് ഇപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്.